തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ഒക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി നായരാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അനുഭവങ്ങളൊക്കെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. കൂടുതലും ജനങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയൊരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. സോ അതിനൊരു സന്തോഷമുണ്ട്. ലെറ്റ്സ് സീ. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ. അതെങ്ങനെയായിരുന്നു? ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ വിജയം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിൽ 3-4 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ജനങ്ങളുടെ കണ്ണിൽ കണ്ട ഒരാളാണ്. കൂടാതെ അവരുടെ സങ്കടങ്ങളും കണ്ട ഒരാളാണ്. കാരണം 2 പേരുടെയും ഭരണം മടുത്തു എന്ന നിലയിലായിരുന്നു നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ ടോട്ടാലിറ്റി നോക്കുമ്പം തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, പള്ളുരുത്തി, ഇടക്കൊച്ചി മുതൽ ഉദയംപേരൂർ വരെയുണ്ട്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. അപ്പം അത് നമുക്ക് ആ ഒരു കൗണ്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അങ്ങ് ആ ഒരു രീതിയിൽ തൃപ്പൂണിത്തുറ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. അപ്പോൾ അത് ജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ആ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകമായിരിക്കും. അതിന് ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ട്. കാലത്തൊരു 6 മണി മുതൽ രാത്രി ഒരു 10:30, പലപ്പോഴും 11 മണി വരെ നമ്മൾ ഫുൾ ടൈം ജനങ്ങളുടെ ഇടയിലാണ്. എവിടെയെങ്കിലുമൊക്കെ മാക്സിമം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ടും കോർണറുകളൊക്കെ ബാക്കിയാണ്. പല സ്ഥലങ്ങളിൽ പല കോളനികളൊക്കെ ബാക്കി വന്നു. കാരണം 20 ദിവസം കൊണ്ട് നമ്മളെങ്ങനെയാണ് ഇത്രയും 2 ലക്ഷം വോട്ടർമാരെടുത്ത് ഓടിച്ചില്ല എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലല്ല. പണ്ടത്തെ പോലെയല്ല, ഒട്ടും ദിവസങ്ങൾ കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും കിട്ടിയത് അത്രയും ദിവസം ഞങ്ങളെല്ലാവരും, ഞാനും എൻ്റെ പ്രവർത്തകരും, BJPയിലുള്ളവരും 2020-ലുള്ളവരും എല്ലാവരും മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളോ അങ്ങനെയൊക്കെ ഈ പ്രചരണ സമയത്തുണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് പ്രായഭേദമന്യേ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് കരഞ്ഞ ആളുകളുണ്ട്. മറ്റ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയാതെ, മീഡിയ കാണില്ലേ എന്നറിയാതെ, ആലോചിക്കാതെ അവരുടെ ഒരു മടുപ്പ്, അവർ കരഞ്ഞ് ഫ്രസ്ട്രേഷനൊക്കെ കരഞ്ഞ് എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ പള്ളുരുത്തി കച്ചേരിപ്പടി കോളനി ഭാഗത്ത് പോയപ്പോൾ കണ്ട ആ ഒരു എലി കടിക്കുന്ന ഒരു കുടുംബം, അതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്ന കാഴ്ചകളല്ല. അപ്പോൾ ഒരു ഏതാൾ ഭരിക്കാൻ വന്നാലും ഒരു 100 പേരെ സന്തോഷിച്ച് ബാക്കി 10,000-കണക്കിന് ആളുകളെ വിഷമിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആരും തൃപ്തരല്ല എന്നുള്ളത് മനസ്സിലായി. ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നേരിട്ട് ആളുകളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് വേണം എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രൊജക്റ്റ് അവിടെ വേണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട്? ഒരുപാടുണ്ട്. അതായത് കുടിവെള്ള പ്രശ്നം മുതൽ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം മുതൽ, ഓരുവെള്ളത്തിൻ്റെ പ്രശ്നം മുതൽ, പൊതു ഗ്രൗണ്ടിൻ്റെ പ്രശ്നം, അതേപോലെ പട്ടയത്തിൻ്റെ പ്രശ്നം, പെൻഷൻ കിട്ടാത്തതിൻ്റെ പ്രശ്നം, ഒരുപാട് വീടുകൾ പൂർത്തീകരിച്ച് കൊടുക്കാത്തതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ തൃപ്പൂണിത്തുറയിലുണ്ട്. ഞാൻ വികസനത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ പറയണത് വികസനമില്ലെങ്കിലും കുഴപ്പമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് ഈ ഒരു അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തീരുമാനം? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ലോകത്തെമ്പാടുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഏത് പാർട്ടിയാണ് അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നാനാദി ജയമാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലാത്ത പക്ഷമാണെങ്കിൽ അവരോടൊപ്പം തന്നെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പം ഉണ്ടാവും. ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു കൺഫ്യൂഷൻസ് ആളുകൾക്കിടയിൽ ഈ വോട്ടിൻ്റെ സമയത്തുണ്ടായിട്ടുണ്ട്? അത് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സോൾവ് ചെയ്ത് തന്നു എന്നുള്ളതാണ് ഒരു സത്യം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പലതരത്തിലുള്ള ന്യൂസുകൾ സ്ഥിരമായിട്ടുള്ള വന്നല്ല ബ്രേക്കിംഗ് ന്യൂസുകൾ എല്ലാവരിലേക്കും എൻ്റെ 2 പേരും ഞാൻ തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അതെനിക്ക് വോട്ടർമാരുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് കിട്ടിയ ഒരു ഉത്തരവായിരുന്നു. അഞ്ജലി PV തന്നെയാണ് അഞ്ജലി നായർ എന്നുള്ളത്. പിന്നെ ചക്ക എന്നുള്ള ചിഹ്നവും വളരെ ട്രോളിലൂടെ എല്ലാവരുടെയും മനസ്സിലാക്കി. ട്രോള് എല്ലാവർക്കും അതുകൊണ്ട് ചിഹ്നം കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഏറെ ഗുണകരമായി എന്നുള്ളതാണ്. അത്രത്തോളം ഞാൻ റീച്ചായി, അല്ലെങ്കിൽ എൻ്റെ ചിഹ്നം റീച്ചായി, എന്നത് ഇലക്ഷൻ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയും ദിവസം ഭയങ്കര ബഹളമായിരുന്നു, ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഇപ്പോൾ എന്ത് തോന്നുന്നു? എങ്ങനെയാണ്? ഞാനത് മിസ് ചെയ്യുന്നു. എനിക്ക് വളരെ കുറച്ച് ദിവസമേ കിട്ടിയുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. എനിക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവരുടെയും സങ്കടം, ഞാൻ എല്ലായിടത്തും എത്തിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് വളരെയധികം മിസ് ചെയ്യുന്നു. ഇന്നലെയും ഞാൻ BJP പ്രവർത്തകരുടെ കൂടെയായിരുന്നു വൈകുന്നേര സമയങ്ങളിൽ. എൻ്റെ മൂത്ത മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ബർത്ത്ഡേ അവരുടെ കൂടെയാണ് ആഘോഷിച്ചത്. അപ്പോൾ അത്ര വലിയൊരു കണക്റ്റഡായി ഫാമിലിയായിട്ട് മാറിക്കഴിഞ്ഞു പ്രവർത്തകരെല്ലാവരും. സിനിമ പ്ലാനുകളൊക്കെ തുടങ്ങി? എങ്ങനെയാണ്? ഞാൻ ഇപ്പം കഥകൾ കേട്ട് തുടങ്ങണം, കോൾസ് വന്ന് തുടങ്ങി. അപ്പോൾ എന്തായാലും എല്ലാത്തിലും ശക്തമായിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യവും ആഗ്രഹവും.
പിന്നെ 4-ാം തീയതി വിജയത്തിന് ശേഷം പ്ലാൻ മാറ്റണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുണ്ടാവും. 2020 ഭാഗമായിട്ട് വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അപ്പത്തെ ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ നയത്തിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ പോവുക എന്നുള്ളതാണ്. എന്തായാലും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അഞ്ജലി നായർ. മാത്രമല്ല കൃത്യമായിട്ട് ഈ ചുരുങ്ങിയ സമയം വിനിയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ക്യാമറാമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.